ഹായ് ഫ്രണ്ട്സ്, FASFA ജിനേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ പലർക്കും ആശ്വാസമേകുന്ന അല്ലെങ്കിൽ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് വന്നത്. ഇപ്പം +1 എക്സാമിനെ കുറിച്ച് എന്താ പറയുക, പല ഒരു ഭാഗത്ത് പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്, മറ്റു ഭാഗത്ത് ഗവൺമെൻറ് എക്സാം നടത്താനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. മറ്റൊരു സൈഡിൽ അധ്യാപകർ ഏത് രീതിയിൽ ഈ കുട്ടികൾക്ക് എന്താ പറയുക ക്ലാസ്സുകൾ കുറച്ചുകൂടി റിവിഷൻ രീതിയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ക്ലാസ് എടുക്കണം എന്നുള്ള രീതിയിൽ നടക്കുന്നുണ്ട്. മൊത്തത്തിലൊരു അലങ്കോലമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഇതിലേക്ക് ഗവൺമെൻറ് ഇറക്കിയ ഒരു സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ, അതിന് തൊട്ട് മുന്നേ നമുക്ക് ഈ ഒരു +1 അഡ്മിഷന് എന്താ പറയുക, പലരും ഈ സ്റ്റുഡൻസിന്, പ്രത്യേകിച്ച് സ്റ്റുഡൻസാണ് ഇപ്പം ബുദ്ധിമുട്ടി കിടക്കുന്നത്. ഈ പണ്ട് നിവിൻ പോളി ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യണമെന്നോ എന്താ പറയുക, എവിടെ നിന്ന് തുടങ്ങണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാത്തൊരവസ്ഥയാണ് പലർക്കും. അതിലേക്ക് നമ്മളുടെ ഒരു സജഷനും പറയാം. അതിൻ്റെ പുറമെ ഗവൺമെൻറ് ഇറക്കിയ ഒരു എന്താ പറയുക നിങ്ങൾക്ക് ആശ്വാസമേകുന്ന ഒരു കാര്യവും കൂടി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, ഇന്ന് ഫോക്കസ് ഏരിയ ഉണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഫോക്കസ് ഏരിയകളാക്കി തിരിച്ചിട്ടുണ്ട്. എക്സാം ആ ഒരു രീതിയിലാണ് നടക്കുക എന്നുള്ളതൊക്കെ അറിയാം. അതിന് പുറമെ നിങ്ങൾക്കറിയാം 80 മാർക്കിനുള്ള ചോദ്യ പേപ്പറും ഉണ്ട്, അതുപോലെ തന്നെ 60 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പം വിചാരിക്കുന്നുണ്ടാവും 80 മാർക്കിനുള്ളത് 80 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക എന്നുള്ള രീതിയിൽ. പക്ഷേ ഇപ്രാവശ്യം ഇറങ്ങാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒരു പ്രത്യേകത ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ തൊട്ട് മുന്നേ കഴിഞ്ഞു പോയ SLCയുടേതുപോലെ തന്നെ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ 80 മാർക്കിനുള്ള പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അതിലുള്ള ചോദ്യങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 160 മാർക്കിനുള്ള, അതായത് 80 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അതിൽ അവൈലബിൾ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് അത്രയും ക്വസ്റ്റ്യൻസ് കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാനുള്ളത്. എന്താ പറയുക, ഒരു വലിയ ഏരിയ തന്നെ നിങ്ങൾക്ക്, വലിയെന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഉദാഹരണത്തിന് ഒരുപാട് ഒരു പെട്ടിയിൽ നിറച്ചും ചോക്ലേറ്റ് തന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും എടുക്കാൻ പറഞ്ഞാൽ അത്രത്തോളം നിങ്ങൾക്ക് എന്താ പറയുക സൗകര്യം വരുന്ന ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങൾ ചൂസ് ചെയ്ത് എഴുതിയാലും നിങ്ങൾക്ക് എന്താ പറയുക നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എന്താ പറയുക ഈ പ്രാവശ്യത്തെ എക്സാം നടക്കുക. നിങ്ങൾക്കറിയാം, മൊത്തം നിങ്ങൾക്ക് ടെൻഷനാണ്, കാര്യങ്ങളൊക്കെ ആണ്. മൊത്തത്തിൽ ഫുള്ള് നെഗറ്റീവ് അടിക്കുന്നതിൻ്റെ പുറമെ ഏതായാലും വരാനുള്ളത് എന്തായാലും വയ്യി തങ്ങൂല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ നിങ്ങൾ ഇനിയുള്ള സമയം നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പാണ് ഫുൾ മാർക്ക് കിട്ടാനുള്ള വരെ ചാൻസ് ഉണ്ട്. ഇപ്പം കഴിഞ്ഞ SSLC ആണെങ്കിലും +2 ഒക്കെ ആണെങ്കിലും പലരും പറയുന്നുണ്ട് ഈ സമയത്ത് എഴുതിയെങ്കിൽ നല്ല മാർക്ക് വാങ്ങി പോവായിരുന്നു എന്നുള്ള രീതി. അപ്പം നിങ്ങൾക്ക് ഒരു വിധത്തിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇതൊരു ഗോൾഡൻ ചാൻസ് കൂടിയാണ്. നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്കോർ വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു ചോദ്യ പേപ്പറാണ് വരാൻ പോകുന്നത്. 80 മാർക്കിൻ്റെത് 160 മാർക്കിന്, 80 മാർക്കിൻ്റെ ചോദ്യ പേപ്പറിൽ 160 മാർക്കിനോളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതുകയാണെങ്കിൽ അതിൽ നിന്ന് മികച്ച സ്കോർ ലഭിക്കുന്ന നിശ്ചിത എണ്ണം മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ. അതായത് ഉദാഹരണത്തിന് സെക്ഷൻ A എന്ന് പറയുന്ന ഒരു ഭാഗം, അതായത് 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്ന ഭാഗത്ത് ഒരു 10 15 ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്ന് വിചാരിച്ചോളി. ആദ്യം 1 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, മുകളിൽ ഭാഗത്ത് സെക്ഷൻ Aൻ്റെ മുകൾ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടാവും ചുവടെയുള്ളതിൽ നിന്ന് 10 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു സെക്ഷനിൽ ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, 10 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് നിങ്ങൾക്ക് 15നും ആൻസർ ചെയ്യാം. അതിൽ നിന്ന് എന്താ ചെയ്യുക, ടീച്ചേഴ്സ് വാല്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ എഴുതിയ 15ൽ ഏറ്റവും നല്ല മാർക്ക് കിട്ടുന്ന 10 എണ്ണമാണ് എന്തിന് പരിഗണിക്കുക, ആൻസറിനായിട്ട് പരിഗണിക്കപ്പെടുക. അപ്പം നിങ്ങൾക്ക് എന്ത് സൗകര്യമായി, നിങ്ങൾക്കിപ്പോൾ കിട്ടാതെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പം കിട്ടാതെ വന്നാൽ എന്താക്കാം, മറ്റതിലുമേൽ അഡ്ജസ്റ്റ് ചെയ്ത് ആൻസർ ചെയ്യാം. അതൊക്കെ ഒരു ബെനിഫിറ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം ഫോക്കസ് ഏരിയ അല്ലാത്ത ഭാഗത്ത് നിന്ന് ഇപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഫോക്കസ് ഏരിയ അല്ലാത്ത ഭാഗങ്ങളിൽ നിന്നും എന്തുണ്ടാവും, ചോദ്യങ്ങൾ ഉണ്ടാവും. അതായത് നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫോക്കസ് ഏരിയ അല്ലാത്ത ഭാഗങ്ങൾ എന്താക്കാം,
നിങ്ങൾക്ക് നോക്കാം. ഇനിയിപ്പോൾ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാലും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഫുൾ മാർക്ക് തന്നെ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾ കിട്ടും. അപ്പോൾ എൻ്റെ ഒരു സജഷൻ്റെ ഭാഗത്ത് നിന്ന് പറയുകയാണ്, നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മാക്സിമം നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ പുറമെ നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, കഴിഞ്ഞ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യുക. HSS ലൈവ് തുടങ്ങിയ ഒരുപാട് വെബ്സൈറ്റുകളിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തന്നെ നല്ലൊരു സ്കോർ കിട്ടും, ഞാൻ ഗ്യാരണ്ടി തരികയാണ്. കാരണം അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നാണ് അധിക ചോദ്യങ്ങളും വരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമല്ല, സിമ്പിളായിട്ട് എക്സാം എഴുതാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു വരുന്ന ദിവസങ്ങളിൽ മാക്സിമം വർക്കൗട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല സ്മാർട്ട് വർക്ക് ചെയ്യുക. വീട്ടിൽ നന്നായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പം നമ്മളുടെ എല്ലാ സപ്പോർട്ടും, FASFA ദിനത്തിൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഇങ്ങനത്തെ ന്യൂസുകളും അപ്ഡേറ്റ്സും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളി. ഓക്കെ, താങ്ക് യു.